ഇത് അയില മീൻ്റെ ഡ്രൈ ഫ്രൈ ആയിട്ടുള്ള ഒരു നല്ലൊരു ഡിഷാണ്. എളുപ്പം നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇന്ന് ഞാനിവിടെ പറയും. ഓക്കെ. ഇഞ്ചി, പച്ചമുളക്, കരിയേപ്പില, തക്കാളി, സവാള, ചെറിയ ഉള്ളി, പെരിഞ്ചീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മാങ്ങ, ഇത്രയുമാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. പിന്നെ ഇത് എല്ലാം ചെറുതായിട്ട് പച്ചമുളക്, ഇഞ്ചി, കരിയേപ്പില ഇതെല്ലാം ചതയ്ക്കുക. പിന്നെ തക്കാളി പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ഇതാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് ചട്ടിയിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടാകുമ്പോൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഈ സാധനങ്ങളെല്ലാം അതിനകത്ത് ഇട്ട് ഇളക്കി വയ്ക്കുക. അയില മീൻ എന്ന് പറയുന്നതിൽ വന്നിട്ട് ആൻറ്റി ഓക്സിഡൻറ്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൂടെ തടയും. ഏറെ പ്രിയമുള്ള ഒരു ഭക്ഷണമാണ് അയിലമീൻ. വിശേഷിച്ചും ഒമേഗ ഫാറ്റി ആസിഡുകളും അധികം അടങ്ങിയിട്ടുണ്ട്. ഇത് കാരണം ഹൃദ്രോഗത്തിന് ഏറ്റവും നല്ലതാണ് ഈ മീൻ. നല്ല കൊളസ്ട്രോളിന് മികച്ച ഒരു ഉറവിടമാണ് അയിലമീനെന്ന് പറയും. കണ്ണിൻ്റെയും തലച്ചോറിൻ്റെയും എല്ലാ ആരോഗ്യത്തിനും പറ്റിയതാണ് ഈ മീൻ. വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് അയിലമീൻ. ഹൃദയധമനികളിൽ ബ്ലോക്കിലില്ലാതെ ഇരിക്കാനും അയില സഹായിക്കുന്നുണ്ട്. വൈറ്റമിൻ പോലുള്ള ഇതും നമുക്ക് ആവശ്യമാണ്. സന്ധിവേദന പോലുള്ള രോഗങ്ങളും മാറാൻ അയിലമീൻ സഹായിക്കുന്നുണ്ട്. ഇത് കാരണം എല്ലാം കൊണ്ടും നല്ല ഒരു ഭക്ഷണ പദാർത്ഥമാണ് അയിലമീൻ. അങ്ങനെ ഈ മസാലകളെല്ലാം ഈ ഇളക്കി വന്നതിന് ശേഷം നമുക്ക് ഈ അയിലമീൻ ഇതിനകത്ത് ഇടാം. അയിലമീൻ കഴുകി വരഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. അതിൽ ഈ മസാല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി മറിച്ച് അതിൻ്റെ മേളിലിങ്ങനെ വെക്കും. അപ്പോഴും ഉപ്പും അതെല്ലാം ഇതിനകത്ത് മസാല പിടിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. കൂടുതൽ വെള്ളമൊന്നും ഇതിന് ആവശ്യമില്ല. ഇത് നമ്മൾ ഡ്രൈ ഫ്രൈ ആയി വെക്കുന്നത് കാരണം ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതിയാകും. അപ്പോൾ കുറച്ച് അധികം ഒഴിക്കണ്ട. ഒരു കപ്പ് തന്നെ ഒഴിക്കണ്ട. ഒരു കപ്പിൽ ഞാൻ വെള്ളം എടുത്തതേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി അടച്ച് വയ്ക്കുക. അപ്പോൾ അടച്ച് വയ്ക്കുമ്പോൾ അത് ചെറിയ തീയിൽ ഇങ്ങനെ വലിയ തീ കൊടുക്കണ്ട. ആദ്യം കുറച്ച് വലിയ തീയാണ് ഈ മീൻ കൊടുക്കുന്നത്. അപ്പം എന്നാലെന്ന് വെച്ചാൽ വലിയ തീ കൊടുക്കുന്നത് ഉലുമ്പധികം ചവയ്ക്കാതെ ഇരിക്കാനാണ്. മീൻ അങ്ങനെ പെട്ടെന്ന് നമ്മളൊരു തീ ഒന്ന് കൂട്ടി വയ്ക്കുന്നത്. തിളച്ച് കുറച്ച് കഴിയുമ്പോൾ ആ തീ ഒന്ന് നമുക്ക് കുറച്ച് വയ്ക്കാം. അങ്ങനെ ആ തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ഒന്ന് അടച്ച് കുറച്ച് നേരം വയ്ക്കാം. വെച്ചതിന് ശേഷം പിന്നെ ഒന്ന് തുറന്ന് നമുക്ക് നോക്കാം. തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, തിളച്ച് നല്ല ഒരു ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം അത് കുറച്ച് നേരം വെന്തിട്ടുണ്ടാവും. അപ്പോൾ അത് അടിമേലൊന്ന് ഇളക്കി ഒന്ന് മറിച്ചിടാം. മറിച്ച് തിരിച്ചിട്ടിട്ട് അത് വീണ്ടും നമുക്ക് അത് അടച്ച് വയ്ക്കാവുന്നതാണ്. അടച്ച് വെച്ച് പിന്നെയും ഒന്നും കൂടി അത് വേവണം. വെന്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണമെങ്കിൽ നോക്കാം. അല്ല പിന്നെയും അത് വെന്തോ എന്ന് നോക്കാം. അത് ഫ്രൈ ആയോ എന്ന് നോക്കാം. അങ്ങനെ ഡ്രൈ ആയിട്ടാണ് വരുന്നത്. മസാല പൊതിഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത്. അപ്പോൾ അത് അത്രയും ഡ്രൈ ആയോ എന്ന് നോക്കുക. നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇത് വെന്തിട്ടുണ്ടാവും. അതിൻ്റെ മുകളിൽ നമ്മൾ കരിയേപ്പിലയൊക്കെ തൂകി വെച്ചതിന് ശേഷം കണ്ടില്ലേ, ഏകദേശം അത് വെന്ത് കഴിഞ്ഞു. മസാല പിടിച്ചും കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് അതൊരു പാത്രത്തിലേക്ക് സർവ് ചെയ്യാം. മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് ആഹാരത്തിൻ്റെ കൂടെ ചോറ്, ചപ്പാത്തി, ദോശ ഇങ്ങനെയുള്ള ആഹാരത്തിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഏറ്റവും നല്ല ഒരു ഡ്രൈ ഫ്രൈ ആണ്. അപ്പം നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, കഴിച്ചു നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ.